ബിസ്മില്ലാഹിർ റഹ്മാൻ. കാക്ക വെള്ളം ഇങ്ങനെ നല്ലോണം കുടിക്കുക. നമ്മൾ രാത്രി നമ്മൾ കുറച്ച് ചൂടിനൊരു ആശ്വാസം ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്, വെള്ളം കുടിക്കാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ കെടുക്കരുത്. നല്ലോണം വെള്ളം കുടിച്ചിട്ട് കെടുക്കുക. ഇപ്പം ഇന്നലെ ഇപ്പോൾ ഒരു മരണം കേട്ട് രാത്രി കിടന്നുറങ്ങിയാണ് നേരം വെളുത്തപ്പോൾ ആൾ മരിച്ചിരിക്കുന്നത്. സംഭവം എന്താ പറയുക, നമ്മളെ ശരീരത്തിൽ ജലത്തിൻ്റെ അംശം കമ്മിയായതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ അങ്ങാടിക്ക് പോകുമ്പോൾ, ഇപ്പോൾ എൻ്റെ അങ്ങാടിത്തെ എല്ലാവർക്കും അറിയാം സെമീറിൻ്റെ വണ്ടിയിൽ വെള്ളം ഉണ്ടാവുന്നത്. സത്യം ഞാൻ പൊള്ളു പറയല്ല, എനിക്ക് എൻ്റെ SYCൻ്റെ പ്രവർത്തകർ പഠിപ്പിച്ചതാണ് വെള്ളം. ഇപ്പോൾ നമ്മൾ ജൽസത്തുൽ മഹബ്ബ പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, നമ്മൾ മാസത്തിൽ പരിപാടി കഴിക്കണം. അതിലൊക്കെ പറഞ്ഞ വെള്ളത്തിൻ്റെ ഈ മാസത്തിൽ വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വെള്ളം കുടിക്കുന്നതും വെള്ളം കൊടുക്കുന്നതും വെള്ളം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ പ്രാധാന്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ച് തരണം കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, വെള്ളം നല്ലോണം കുടിച്ചിട്ട് മൂത്രം വെച്ച് കളയാം. അപ്പോൾ നമ്മൾ വീട്ടിലാണ് മറ്റേ ചൂടുണ്ടാവില്ല എന്നത്, പക്ഷെ നമ്മൾക്ക് നമ്മളെ ചൂട് അറിഞ്ഞില്ല. എത്രത്തോളം ചൂട് നിലവിലുണ്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം ചൂടുണ്ട്. പ്രത്യേകിച്ച് പുറത്ത് പണിയെടുക്കുന്നവർ ഇതേമാതിരി തണുത്തള്ളവും പച്ചവെള്ളവും ഒക്കെ കുടിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ തണുത്തള്ളം കുടിക്കുമ്പോൾ അസുഖം വരും എന്നാണ് കുടിക്കാതിരിക്കേണ്ടത്. എന്തെങ്കിലും വെള്ളം, ഇനി ചൂടുവെള്ളമായാലും ചൂടുവെള്ളം കുടിക്കുക. നല്ലോണം വെള്ളം കുടിച്ചിട്ട് ഇന്ത്യക്കും പകലൊക്കെ നല്ല ഈ വെള്ളങ്ങൾ ഭക്ഷണം കുറച്ചാലും വെള്ളം കൂടി ഒരിക്കലും കുറക്കലിട്ട. അതേപോലെ തന്നെ വെള്ളം ഇല്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കേണ്ട ഒരുപാട് പദ്ധതികൾ SYS ഒക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പല ആളുകളും ചെയ്യുന്നുണ്ട്, ഓരോ പഞ്ചായത്തുകൾ ചെയ്യുന്നുണ്ട്. വെള്ളം വളരെ കുറവുള്ള മേഖലയൊക്കെ ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും ഇൻഷാ അല്ലാഹ് വെള്ളം കൂടി ഒരിക്കലും കുറക്കാതിരിക്കുക. നിങ്ങൾ ഭക്ഷണം വളരെ കുറച്ചാലും വെള്ളം നല്ലോണം കുടിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവായിട്ടാണ്. നോക്കാം.